കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. ഇപ്പോഴാണ് രാജിവെച്ചത്. മനസ്സിലാക്കുക, കാനഡയുടെ ചരിത്രത്തിൽ ഇത്രയും മോശപ്പെട്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും എടുത്തു നോക്കുക. അതുമല്ല, കാനഡയിൽ ഇതേപോലെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയൊരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. അൺസർട്ടനിറ്റി ഇത്രമാത്രം ഹൈറ്റിൽ കൊണ്ടുവന്നിട്ട് അവിടെ ജനങ്ങൾക്ക് ആശങ്കയാകാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല പൊളിറ്റിക്കൽ പാർട്ടികളോട് ചേർന്നുള്ള ഒരു കൂട്ടുമുന്നണിയുടെ ആളായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നത്. മൂന്നാമത്തെ ആദ്യത്തെ നല്ല ഭൂരിപക്ഷം ലിബറൽ പാർട്ടികൾ പിന്നീട് വന്നു. പിന്നീട് ഭൂരിപക്ഷം കിട്ടാതെ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം ചേർന്ന് അയാൾ അവിടുത്തെ മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയായി. നോക്കുക, കാനഡയിൽ ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ ഹൈ ആയി. കാനഡയിൽ സാധാരണക്കാരന് ജീവിക്കാൻ അവന് വീട് മേടിക്കാനോ വാടകയ്ക്ക് താമസിക്കാനോ അവൻ്റെ വരുമാനത്തിൻ്റെ ഇരട്ടിയാകാൻ തുടങ്ങി. അവൻ ജോലി അന്വേഷിച്ച് അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട്. കനേഡിയൻ സിറ്റിസൻ്റെ പ്രശ്നം ആലോചിച്ച് നോക്കുക. എവിടുന്ന് എങ്ങോട്ട് മാറി? അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസ്, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ കൊണ്ടുവന്നതിനെ അങ്ങ് കോളവാക്കി ആ രാജ്യത്തെ. അത്രമാത്രം മോശപ്പെട്ട, ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട പ്രധാനമന്ത്രിയായി, അൺപോപ്പുലർ, ഏറ്റവും മോശപ്പെട്ട പ്രധാനമന്ത്രിയായി കാനഡയിലെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹം പാർട്ടി പോസ്റ്റിൽ നിന്നും രാജിവെച്ചു, പ്രധാനമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ചു. ആരാണ് വരുന്നത് അവർക്ക് വേണ്ടി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി താൽക്കാലികമായിട്ട് തുടരും. ഒക്കെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ വെടി തീർന്നത്. എന്താണ് ട്രംപ് ചെയ്തത്? 25% കാനഡയിൽ നിന്നും പോകുന്ന, അതായത് കാനഡ എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾക്ക് അഡീഷണൽ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇയാളുടെ ഇമ്മച്വാരിറ്റി ഇയാൾ മറ്റൊരു മന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂയോർക്ക് ഭാഗത്തോട്ട്, അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് ഭാഗത്തോട്ട് കാനഡ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അമേരിക്കയോടെ. പിന്നീട് സംഭവം ഇതങ്ങ് വഷളായി. ഉറപ്പായിട്ടും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കയറി കളിച്ചിട്ടുണ്ട്. പിന്നീട് എന്താ ഉണ്ടായത്? ഈ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഈ 25% കൂട്ടുവെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ അവർ റിസൈൻ ചെയ്തു. ഇയാളെ ട്രൂഡോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ്. സപ്പോർട്ട് ചെയ്ത ഒരു ലീഡറായിരുന്നു അവർ സ്ത്രീയാണ്. അവർ റിസൈൻ ചെയ്തു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു അവർ സ്റ്റേറ്റ്മെൻറ്റിൽ, ഇത്രമാത്രം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് കാനഡ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞിട്ടും അതിനുവേണ്ടി ഒരു റെമഡിയും നോക്കാതെ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. ഒരു ലാഘവത്തോട് എടുക്കാത്ത ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞിട്ടാണ് അവർ റിസൈൻ ചെയ്യുന്നത്. കാരണം ഈ 25% എന്ന് പറഞ്ഞാൽ കനേഡിയൻ എക്കോണമി കംപ്ലീറ്റ് ഡീറെയിലായിപ്പോവും. പിന്നെ എവിടെ കൊണ്ടിട്ട് സംഭവം ചെയ്യാൻ പറ്റും? ഇത് ട്രംപുമായിട്ട് സംസാരിച്ചിട്ട് അതിനൊരു വഴി കാണേണ്ട സംഭവമാണിത്. ഈ ചെറിയ ഇഷ്യൂ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അവിടെയുള്ള മലയാളികളും മനസ്സിലാക്കിയിരിക്കുക. 25% അമേരിക്ക അവിടെ വരുന്ന കാനഡ എക്സ്പോർട്ട് ചെയ്യുന്ന ടാക്സ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ 80% കാനഡയുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അത് വല്ലാതെ കയറിയ കനേഡിയൻ എക്കോണമിയെ ബാധിക്കും. അതേപോലെ കനേഡയുടെ സോഷ്യൽ ലൈഫും അത് കംപ്ലീറ്റൊക്കെ മാറി. ഈ പറയുന്ന ഈ അറേബ്യൻ രാജ്യത്തുനിന്നും ഈ മറ്റുള്ള രാജ്യത്ത് ഇയാൾ ആൾക്കാരെ കയറ്റി താമസിപ്പിച്ച് വലിയ രീതിയിൽ കാനഡയിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാകാൻ തുടങ്ങി. ആൾക്കാർക്ക് താമസിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത രീതിയായി മാറി. എത്രയോ മലയാളികൾ കാനഡയിൽ പോയിട്ടുണ്ട് പഠിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട്. ഇനിയും മറ്റൊരു കാര്യം എടുക്കുക, ഇന്ത്യൻ കാനഡ റിലേഷൻഷിപ്പ് എന്നും വളരെ ദൃഢമായിരുന്നു. അതിൻ്റെ കാര്യം എന്താ? വളരെയധികം ഇന്ത്യൻ വളരെ വർഷക്കാലം കൊണ്ട് കാനഡയിൽ പോകുന്നുണ്ട്, സ്ഥിരതാമസമാക്കി. കാരണം ഒരു ബൈ റിലേഷൻഷിപ്പായിരുന്നു. അപ്പം അതിനകത്തൊരു ഇയാളെ പിന്തുണയ്ക്കുന്ന ഒരു സിഖുകാരുടെ പാർട്ടിയുണ്ട്, 1-2 പാർട്ടിയുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് 1-2 ഡൽഹി സിഖുകാരെ എനിക്കറിയാം. അവിടെ സ്ഥിരതാമസം, അവരുടെ ബന്ധുവാണ് അവിടെ മുൻ കനേഡിയൻ ഡിഫൻസ് മിനിസ്റ്റർ. അയാളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഡൽഹി വെച്ച് അയാളുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്.
കാരണം അയാളുടെ വീട് ചണ്ഡീഗഡിലാണ്. ഞാൻ അവിടെയും വെച്ച് കണ്ടിട്ടുണ്ട്, ഡൽഹിയിലും വെച്ച് കണ്ടിട്ടുണ്ട്. അത് മന്ത്രിയായിട്ടൊരു സമയത്ത് വന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു, ഈ കാനഡയിൽ ഈ പറയുന്ന സിഖുകാർ ഇത്രമാത്രം ഇന്ത്യ വിരുദ്ധ രീതിയിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി പെരുമാറുമ്പോൾ നിങ്ങളെന്താ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? അപ്പം അയാളുടെ ബന്ധുവും സുഹൃത്തും എന്നോട് ടെലിഫോണിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരിക്കലും ജസ്റ്റിൻ ട്രൂഡോയെ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതവർ പറഞ്ഞും കഴിഞ്ഞു. അതൊരു ക്ലിയറായിട്ട് പറഞ്ഞു, ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള നിരന്തര ബന്ധമുണ്ട്. അതിനെ ഹനിക്കുന്ന രീതിയിൽ ഒരു സംഭവം അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുമല്ല, അവിടുത്തെ സിഖുകാരായ മറ്റു പലരും ഈ കനേഡിയൻ ക്യാബിനറ്റിലും മന്ത്രിമാരോട് റെപ്രസെൻറ്റേറ്റീവിനോടും പറഞ്ഞു, അവിടെ ചില ഗുരുദ്വാരകൾ സിഖ് ആൻറ്റി ഇന്ത്യക്കാർ ഇന്ത്യ ഗവൺമെൻറ് പല ഒഫീഷ്യൽസിൻ്റെ ആൾക്കാരുടെ അവരെ കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തിയവരുടെ ഫോട്ടോയും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് പല ഗുരുദ്വാരയിൽ. അവർ നേരിട്ട് പോയി പറഞ്ഞു, വളരെ രഹസ്യമായിട്ട് ഇവരുടെയൊക്കെ എടുക്കണം ഫോട്ടോ. ഞങ്ങൾക്കിതും കൊണ്ട് ഇന്ത്യയിലോട്ട് പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. ഇത് ശരിക്കുള്ള നടപടിയല്ല. അതായത് ഇവർ പറഞ്ഞത് പല സിഖുകാരും ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ്, അവർക്ക് ഇന്ത്യയാണ് അവരുടെ രാജ്യം. ഇന്ത്യൻ പട്ടാളത്തിലുണ്ട് പലരുടെയും ബന്ധുക്കൾ, അവരെയൊക്കെ ഇത് ബാധിക്കും, സീനിയർ ഓഫീസേഴ്സ്. അതിനെ പോലും പൂർണ്ണമായിട്ട് ഇയാൾ ഇഗ്നോർ ചെയ്തു. ഇത് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് അറിഞ്ഞ സംഭവം. കാരണം ഡൽഹിയിലുള്ള പല സിഖുകാരും അവിടെ ബിസിനസ് ഉള്ളവരുണ്ട്, അവരൊക്കെ കാനഡയിൽ വലിയ വലിയ കച്ചവടക്കാരും ബിസിനസ്സുകാരുമാണ്. ഇവർക്കൊക്കെ ഈ കാര്യത്തിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ എതിർപ്പാണ്. അത് മറ്റ് പല മീഡിയ പറയുന്നതല്ല ഇത്. കാരണം ആ സന്ദർഭത്തിൽ ഇന്ത്യയെ താറടിക്കാൻ വേണ്ടി ഇത്രമാത്രം ശ്രമിച്ച ഒരു കനേഡിയൻ ലീഡർ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. അപ്പോൾ പല ഇഷ്യൂസ് ഉണ്ട്, പല രാജ്യങ്ങളായിട്ട് ഇഷ്യൂ ഉണ്ട്. അമേരിക്കയുടെ ഇഷ്യൂ ഇല്ല ഉണ്ട്, പന്നൂടെ അമേരിക്കയുടെ ഇഷ്യൂ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു സൊല്യൂഷനുണ്ട്. അതായത് ബാക്ക് ഡോർ ടോക്സിൽ കൂടെ ആ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് നയതന്ത്ര ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് പല രാജ്യങ്ങളും. ഇവിടെയാണ് ഈ പറയുന്ന ട്രൂഡോ ഇന്ത്യയോട് മാത്രമല്ല അമേരിക്കയോടും കയറി കളിച്ചു. അപ്പോൾ ഈയൊക്കെ തലയ്ക്ക് നല്ല പ്രാന്തായവന്. ഏതായാലും ഞാൻ അടുത്ത സമ്മറിൽ കാനഡയിൽ വരുന്നുണ്ട്. അതായത് അവിടെ ഇലക്ഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവ്. ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരും. കാരണം അതിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യും. കാരണം വളരെയധികം ഇന്ത്യക്കാരും മലയാളികളുമുണ്ട്. ഏതായാലും കാനഡയുടെ നല്ല സമയം തുടങ്ങാൻ പോകുന്നു. അതേപോലെ ഒപ്പോസിറ്റ് പൊലിവര, അതായത് റൈറ്റ് വിങ് ലീഡറാണ്. മനസ്സിലാക്കുക, അമേരിക്കക്കെതിരെ എതിർത്ത് കാനഡയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പല കാരണങ്ങളുണ്ട്. കാരണം കനേഡിയൻസിൻ്റെ ലൈഫ് ഡീറെയിൽ ചെയ്ത ഒരേ ഒരു പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ്. ഇതേപോലെ ഒരു വീക്ഷണവും ഇല്ലാതെ സ്വന്തം അയൽവാസി അമേരിക്ക, അവരുമായിട്ട് പിണങ്ങി, ഇന്ത്യയുമായിട്ട് പിണങ്ങി, എല്ലാവരുമായിട്ട് പിണക്കത്തിലും ബഹളത്തിലും കൊണ്ടുപോയി അവസാനം റിസൈൻ ചെയ്ത് പാർട്ടി പ്രസിഡന്റ് മാറി. ഏതായാലും അയാൾ പോയത് നന്നായി. അപ്പം അതിനൊരു ഉത്തരം കിട്ടുമല്ലോ. ബേസിക്കലി കാനഡ എന്ന് പറയുന്നത് നല്ല ജനാധിപത്യമുള്ള രാജ്യമാണ്. അതിനെ നശിപ്പിച്ചതിൻ്റെ മുഖ്യ കാരണം ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയാണ്. അയാൾക്ക് അവസാനം ഏത് രീതി, കാരണം ഒരു വളരെയധികം കൾച്ചറായിട്ടുള്ള നല്ലൊരു രാജ്യമാണിത്. കാരണം ഇയാളെപ്പോലെയുള്ള ഒരാൾ ഒരു കാരണവശാലും കാനഡയിൽ ഇനി പ്രധാനമന്ത്രിയാകാൻ പാടില്ല. അത് കനേഡിയൻസ്, അവിടെയുള്ള മലയാളികളായ സിറ്റിസൺസ്, അവിടെയുള്ള ഇന്ത്യക്കാരുമാണ് തീരുമാനിച്ചത് നടക്കുകയും ചെയ്യും. ഇതാണ് ഈ വീഡിയോ. ഇത് അതേപോലെ തന്നെ കാനഡയെ പറ്റിയുള്ള ഫർദർ പല വീഡിയോകളും ഞാൻ ഇനി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.